ദാ ഈ ഒരു ഫ്രൂട്ടുമായിട്ടാണ്. ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ദാ ഈ ഒരു ഇതിന് കാക്ക ഫ്രൂട്ട് എന്നും പറയും, അതുപോലെ പേഴ്സിമൺ ഫ്രൂട്ട്, അതാണ് ഇതിൻ്റെ പേര്. അപ്പം നമ്മളിത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ബോക്സ് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞ് ഒരു വലിയ ബോക്സ് മേടിച്ചതാണ്. പക്ഷേ എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇത് പല വെറൈറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റോ ഒന്നുമല്ല ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഭയങ്കര കറയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പച്ച ഫ്രൂട്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വല്ലാത്തൊരു കറ ഫീൽ ചെയ്യത്തില്ലേ? അത് തന്നെയാണ് നമ്മുടെ വായിൽ മൊത്തത്തിൽ ആ ഒരു കറ പറ്റി നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണേ. അപ്പം ഇതിൻ്റെ നമ്മൾ വിചാരിക്കും ഇത് പഴുത്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന്. പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാലും ശരിയാവത്തില്ല. വേണ്ട, ഇത് നല്ല പഴുത്തതായിരുന്നു. വേണ്ട, ഞാനിങ്ങനെ മുറിച്ചെടുത്തതായിരുന്നേ. എന്നിട്ടാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രത്തോളം മുറിച്ചെടുത്തിട്ട് പോലും ഇത് ഈ പഴുത്ത ഈ പൾപ്പിന്ന് നമ്മൾ കഴിച്ചാൽ പോലും നമുക്ക് ആ ഒരു കറ വായിൽ തട്ടുന്നു. അതെന്തിട്ടാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ കറ കളഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വേൾഡ് പാത്തേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇൻസ്റ്റയിൽ മാത്രമല്ല ടിക്ടോക്കിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫ്രൂട്ടിനെ പറ്റിയാണ് കേട്ടോ. ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഈ ഫ്രൂട്ട് കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര കറയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇപ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ വെറൈറ്റി പല വെറൈറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞു ഒന്ന് ഇതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഒരു കറ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമല്ല പിന്നെന്താ, അങ്ങനെ ഒരുപാട് ഇത് വേറെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കറ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പഴുക്കാത്തത് കൊണ്ടായിരിക്കാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണേ. അപ്പം ഞാൻ ഇതിന്ന് ഇത് ഏകദേശം ഒരു തക്കാളിയുടെയൊക്കെ ഷേപ്പുള്ള ഫ്രൂട്ടാണ്, അറിയാമല്ലോ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഫ്രൂട്ടാണ്. അതുമല്ല ഇത് ഷുഗറുകാർക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണേ. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്യണേ. ഇത് ഫസ്റ്റ് ഇതിൻ്റെതായ ഈ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് ഇളക്കുക. അത് നമുക്കിങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ പിച്ചാത്തി പിടിക്കുന്ന കാണുമ്പോഴത്തേക്കേ, കത്തി പിടിക്കുന്ന കാണുമ്പോഴത്തേക്ക് വാപ്പാക്ക് എൻ്റെ വാപ്പ പറയും, നേരെ ജെബി ഒരു കത്തി എടുത്ത് കട്ട് ചെയ്യാൻ അറിയത്തില്ല. സംഭവം അത് എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ടാ ഞാൻ പിടിക്കുന്നതിൻ്റെ ആ ഒരു ഇതായിരിക്കാം. ഞാൻ കട്ട് ചെയ്തെടുക്കണേ. ഇത് അത്യാവശ്യം നല്ല പഴുത്തത് തന്നെയാണ് കേട്ടോ. ഇനി അങ്ങനെ പറഞ്ഞവർക്ക് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ കാര്യം വിചാരിച്ചു. പഴുക്കാൻ വേണ്ടി എന്തായാലും എന്നതല്ലേ. നല്ല രീതിക്ക് കറയുണ്ട് കേട്ടാ. പഴുത്തിട്ടും കാര്യമില്ല, ഒരുമാതിരി ആവുന്നു. അപ്പം ഇതെന്തായാലും കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര കറയല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം അല്ലേ. വലുതായിട്ടൊന്നും വേണ്ടല്ലോ, കുറച്ച് മതിയല്ലോ. അപ്പം നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ പറ്റുമെന്ന് ആദ്യം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫ്രൂട്ട് എല്ലാം ഒന്ന് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഇനി തൊലി ചെത്താത്തോണ്ടാണ് കറ ഉള്ളതെന്നൊന്നും ആരും പറയണ്ട. നമുക്ക് നോക്കാം, എല്ലാം ഒന്ന് പരീക്ഷിക്കണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് ഷുഗറേ. എന്ത് കണ്ടീഷൻ ആകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പാല് നല്ല തണുത്ത പാലാണേ, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് അടിച്ച് എടുത്തിട്ടുണ്ട്. നോക്കണ്ടോ, എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും തോന്നിയത് എന്താണെന്ന് അറിയാമോ? അവക്കാഡോ. അപ്പം അതൊക്കെ നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ അതേ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയേക്കുന്നത്. ഞാൻ കട്ടി ഇതാക്കി, അതായത് ഒരുപാട് പാലൊന്നും ഒഴിക്കാതെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം ഇതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളല്ലേ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് സംഭവം നമുക്ക് പറ്റുന്നതാണോ അല്ലേ നോക്കാം.
കട്ട ഫ്ലോപ്പാണ് മക്കളെ. മധുരം ഉണ്ടെന്നല്ലാതെ ഒരിതുമില്ല. മധുരമുണ്ട്, പാലിൻ്റെയും പഞ്ചസാരയുടെയും ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. മറ്റേതിൻ്റെ ആ ഒരു കറയുടെ ഇത് ഇപ്പോഴും ഈ ഫ്രൂട്ട് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ, അത് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.